നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജെസൽ ഒപ്റ്റിക്കൽസ്. ജെസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നൈറ്റ് ലോങ് മാർച്ച് നടത്തി. 1.5 വർഷത്തിലേറെയായി മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് കൊച്ചി താലൂക്ക് കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ എടവനക്കാട് ഞാറയ്ക്കൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പിച്ചപ്പാളയവുമായി നൈറ്റ് ലോങ് മാർച്ച് നടത്തി. മുനമ്പം മാണി ബസാറിൽ നിന്ന് ആരംഭിച്ച മാർച്ച് മുൻ MP തമ്പാൻ തോമസ് ജാഥ ക്യാപ്റ്റൻ TD ജോസിന് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. ശക്തമായ പ്രക്ഷോഭണം മാത്രമാണ് രാജ്യത്തെമ്പാടുമുള്ള തൊഴിലാളി വർഗം ഇതിനുവേണ്ടി നമുക്ക് കിട്ടാത്ത അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി, നമ്മുടെ നഷ്ടപ്പെട്ടു പോയ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ധീരാദാത്തമായി പോരാടുക. ഇവിടെ ആ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന യൂണിയനിലെ എല്ലാ സഹപ്രവർത്തകരെയും ഈ പിച്ചപ്പാള ജാഥയിൽ പങ്കെടുത്ത് അത് പ്രദർശിപ്പിക്കുകയും ചെയ്യുന്ന നിങ്ങളെ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ഈ ജാഥ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നു. എന്നോടൊപ്പം ഇവിടെ ശ്രീ ബാബു തണ്ണിക്കോട്ട്, അദ്ദേഹം അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ നേതാവാണ്. അദ്ദേഹം എത്തിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ജാഥയ്ക്ക് പോകാൻ തയ്യാറായി അദ്ദേഹത്തെ പരിചയപ്പെടുത്തുക മാത്രം ചെയ്തുകൊണ്ട് എന്നോടൊപ്പം നിങ്ങളെ കാണുന്നതിനും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന നേതാവ് എന്നുള്ള നിലയിൽ ശ്രീ ബാബു എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് മാത്രം. യൂണിയൻ പ്രസിഡന്റ് KG തങ്കച്ചൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേമ പെൻഷൻ 5000 രൂപയാക്കി വർദ്ധിപ്പിക്കുക, അപകട മരണത്തിന് കുടുംബത്തിന് നൽകുന്ന സഹായധനം 10 ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കുക, മരണപ്പെടുന്ന ക്ഷേമനിധി അംഗത്തിന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ അനുവദിക്കുക, ആനുകൂല്യങ്ങളിൽ കാലാനുസൃത വർധനവ് നടപ്പിലാക്കുക, പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ട നടപടിക്രമങ്ങൾ ലഘൂകരിക്കുക, നിർമ്മാണ തൊഴിലാളികളോടുള്ള സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും യൂണിയൻ ഉന്നയിച്ചു. തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പുറത്തുവിട്ടിട്ടുള്ള കണക്കുകൾ പ്രകാരം 19 ലക്ഷം അംഗങ്ങളാണ് ബോർഡിലുള്ളത്. പ്രതിവർഷം 600 രൂപയാണ് ക്ഷേമനിധി വിഹിതം. ഇതിനനുസരിച്ച് 114 കോടി രൂപയാണ് ബോർഡിലേക്ക് തൊഴിലാളികൾ അടയ്ക്കുന്നത്. 60 വയസ്സ് വരെ ക്ഷേമനിധി വിഹിതം അടച്ച നിർമ്മാണ തൊഴിലാളിക്ക് ലഭിക്കേണ്ട തുച്ഛമായ പെൻഷൻ പോലും മാസങ്ങളോളം നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. മാർച്ച് ചെറായി ദേവസ്വം നടയിൽ സമാപിച്ചു. യൂണിയൻ ഭാരവാഹികളായ AA മാത്യൂസ്, സോജൻ പറപ്പള്ളി, KJ തോമസ്, ഇടപ്പള്ളി ബഷീർ, KA ആന്റപ്പൻ, KM തോമസ്, ശോഭൻ ചെറായി എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ പ്രസംഗിച്ചു. പാവപ്പെട്ട കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ ജാഥ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതിൽ എനിക്കതിയായ സന്തോഷമുണ്ട്. മുനമ്പത്തിൻ്റെ മണ്ണിൽ ആലുവ യൂണിയൻ ക്രിസ്ത്യൻ കോളേജിൽ ഒരു വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ സമരങ്ങളും പ്രക്ഷോഭണങ്ങളും നടത്തി അത്തരം സമരങ്ങളിലും പ്രക്ഷോഭണങ്ങളിലും ഇടപെടാൻ ഇടവന്ന ഒരാളാണ് ഞാൻ. അതായത് 70 വർഷങ്ങൾക്ക് മുൻപ്. ന്യൂസ് ബ്യൂറോ, പറവൂർ.